വേണ്ടാന്ന് വെച്ചാൽ, അതായത് താങ്കൾക്ക് ഇഷ്ടമുള്ള ചോയ്സിലാണ് സെലക്ട് ചെയ്യാനാണ് മമ്മൂക്ക പറഞ്ഞതെന്നാണ്. സോ അതായത് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു സിനിമ എഴുതണ്ട, സൂപ്പർ സ്റ്റാറിന് വേണ്ടി സ്ക്രീൻസ് ഒന്നും എഴുതണ്ട. അതെ സാർ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഈ ഫൈറ്റ്സും സോങ്സിലൊക്കെ സാറ് ജസ്റ്റ് ഇത്രയും മതി, ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. ചില വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് സാർ ഓക്കെ എന്ന് പറഞ്ഞു. ചില വിഷയങ്ങൾ എനിക്ക് തന്നെ തോന്നി ഇത് വേണ്ട, ഇത് എക്സ്ട്രാ ആണ്, നമ്മൾ ഈ മീറ്ററിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞു. സോ ഇത് നൈസ് കൊളാബറേറ്റീവ് എക്സ്പീരിയൻസ്. ഈ റിവ്യൂവേഴ്സിനൊക്കെ പേടിക്കുന്നുണ്ടോ? അല്ല, അത് നല്ല റിവ്യൂസ് വരുന്നത് ഭയങ്കര നമുക്കത് യൂഷ്വലായിട്ട് വരില്ല. ബട്ട് ഫിലിംസ് ഹാവ് ഡൺ വെൽ. സോ അത് ഞാൻ ശരിക്കും വായിക്കാറില്ല. ഗുഡ് റിവ്യൂസ് ആൻഡ് ബാഡ് റിവ്യൂസ്. ബാഡ് റിവ്യൂസ് പറഞ്ഞാൽ പടത്തിനെ പറ്റി അവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഡസൻറ്റ് എഫക്ട് മീ ബിക്കോസ് ഐ ഡോണ്ട് റീഡ്, വിച്ച് ഇസ് മൈ ഫോൺ ഇസ് മോസ്റ്റ്ലി ഓഫ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പടം തിയേറ്ററിൽ കാണുമ്പോൾ ആ വൈബ് നമുക്ക് കിട്ടും. ഇത് വർക്കായോ അല്ലെങ്കിൽ വർക്കായില്ലെങ്കിൽ ആ വൈബ് നമുക്ക് കിട്ടും, അത് മതി. ഈ സിനിമയുടെ ഇൻ്റർവ്യൂ സമയത്ത് ലാലേട്ടനെ കുറിച്ച് സിനിമ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അടുത്ത 10 പടം നമുക്ക് വെച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യില്ല എന്നുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ? അയ്യോ, അങ്ങനെയാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കോൺട്രവേഴ്സി ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. സാറിൻ്റെ കൂടെ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്കൊരു ബ്യൂട്ടിഫുള്ളായ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ സാറിൻ്റെ കൂടെ ഇനി കുറേ പടങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് ഈസി അല്ലല്ലോ, നമ്മളൊരു കഥ പറയണം, സാറിനത് ഇഷ്ടപ്പെടണം, അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ സാറിൻ്റെ ലാൽ സാറിനോട് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഐ എം നോട്ട് ട്രൈങ് ടു പൊളിറ്റിക്കലി കറക്റ്റ് ഓൾസോ ഹിയർ. പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കോൺട്രവേഴ്സി ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് കോൺട്രവേഴ്സി. സാറ് ഒരുപാട് സോഷ്യൽ മീഡിയ നടന്മാരുടെ ഡാൻസ് ഒരുപാട് വൈറലായ കുറേ ഡാൻസ് ഉണ്ട് സിനിമയിൽ തന്നെ. മമ്മൂക്കേനെ ഡാൻസ് കളിപ്പിച്ചപ്പോൾ എന്തായിരുന്നു തോന്നി? അതെ, എനിക്ക് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാറിനോട് ചോദിച്ചപ്പോൾ ഓക്കെ ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ബൃന്ദ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൊറിയോഗ്രാഫിക്ക് നമ്മൾ കാണിച്ചിട്ട് ആൻഡ് സാർ അതൊരു നമ്മളൊരു പാർട്ടിക്ക് പോയാൽ നമ്മളെല്ലാവരും ഒന്ന് ചെയ്യില്ലേ, അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ. ഒരു സിനിമാറ്റിക് ആയിട്ട് വേണ്ട, പക്ഷെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് കം ഔട്ട് വെൽ, സ്വീറ്റ് ആയിട്ട് വന്നു. ഈ ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വന്നപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് വന്നത്, ഒരുപാട് ഹൈപ്പ് കൊടുക്കാത്ത രീതിയിൽ. അപ്പോൾ സിനിമയ്ക്ക് ഇത്ര ഒരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുന്നു തോന്നിട്ടാണോ അത്രയും രീതിയിലേക്ക്? അങ്ങനെയല്ല, ഹൈപ്പൊക്കെ കുറേ നമ്മൾ നിറയെ പടത്തിൽ നമ്മൾ കൊടുത്തതാണ്. വർഷത്തിനുമൊക്കെ പടം ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ട്രെയിലർ ഇറങ്ങി, ടീസർ ഇറങ്ങി, അത് ഭയങ്കര വൈറലായി. പിന്നെ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂടിപ്പോയി. പിന്നെ പടം റിലീസ് ആകുന്നുണ്ട്, അതൊക്കെ പ്രശ്നങ്ങളായി. ഇത് ഇങ്ങനെ എനിക്ക് ബേസിക്കലി കുറച്ച് ലോക്കി ആയിട്ട് ഒരു പടം നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ ബെറ്റർ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു വിഷയമാണ്. അത് നടന്നു, ഇതിലത് നടന്നു. സാറിന് എല്ലാ സിനിമകളും എടുത്തത് തന്നെ ഒരു മലയാളം ടച്ച് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കൊടുക്കണ്ടാവും. ഒന്നെങ്കിൽ നടനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഷയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്. അതിൻ്റെ എന്താണ്? ഈ പടത്തിൽ തമിഴ് ടച്ച് ഉണ്ട്. അല്ല, അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ സാർ, സിനിമ ഗംഭീരമായിട്ട് വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, ഒന്നുമില്ല. Watching the audience was a surreal experience. நான் எவ்வளோ எக்ஸ்பெக்ட் பண்ணல. அண்ட் அவங்க ரியாக்ஷன் பார்த்து எங்களுக்கு எல்லாருக்குமே ரொம்ப சந்தோஷமாக இருக்குது. இப்படியே நிறைய பேர் வந்து பார்த்து எங்களுக்கு சப்போர்ட் பண்ணுவாங்க. தேங்க்யூ. Did you get a chance to meet Mamuka after release? Not yet meeting. Are you going to meet him? If we get a chance, yes. Will he call you? Might. No idea yet. Okay. And then, did you watch the film in theater? Yes. Yeah. How was the audience response? Malayali audience response? Audience, like I felt happy when they were all laughing at all the jokes in the movie, and I also liked it when they liked the twists and turns in the movie. So yeah, we are actually today watching around all the theaters to see everybody's reaction. So if you guys are around, please come and watch. We'll be happy to meet you and get your reactions. നമുക്കോടുള്ള ആക്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? Acting, it was extremely nervous on the set because he's a legend, of course, and then I'm just a newbie. And to be part of a movie like this and to share screen space with him was something I couldn't have imagined in my wildest dreams. So yeah, happy, nervous, mixed emotions. Yeah. Thank you.